നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ. നമ്മളപ്പോൾ വളരെ വില കൂടിയ വാഹനങ്ങളെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ വില കൂടിയ കാറുകളൊക്കെ എപ്പോഴും വാങ്ങുന്നത് വലിയ വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ജോലി മാത്രം ചെയ്ത് വലിയ ലൈഫ് സ്റ്റൈലിലേക്ക് എത്താൻ അല്പം പ്രയാസമാണ്. എന്നാൽ ചെറിയ രീതിയിലൊക്കെ നിക്ഷേപിച്ചു തുടങ്ങുകയാണെങ്കിൽ ആർക്കും ജീവിതം മെച്ചപ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഏത് സെക്ടറിൽ നിക്ഷേപിക്കും എന്നൊക്കെ സംശയമുള്ള ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ 21 സെക്ടറുകളിലെ ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനികളിലേക്ക് നിക്ഷേപം നടത്താനുള്ള പുതിയൊരു അവസരം ഇപ്പോൾ കൈവന്നിട്ടുണ്ട്. ആക്സിസ് മാക്സ് ലൈഫാണ് ഇങ്ങനൊരു അവസരം ഒരുക്കുന്നത്. അവരുടെ ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന പുതിയൊരു NFO ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു വർഷം 2.5 ലക്ഷം രൂപ വരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കൂടെ നമ്മൾ അടയ്ക്കുന്ന മാസാമാസ പ്രീമിയത്തിൻ്റെ 120 ഇരട്ടി വരുന്ന ഒരു ലൈഫ് കവറും ഇതോടൊപ്പം കിട്ടുകയും ചെയ്യും. പിന്നെ ഇവരുടെ ഹൈ ഗ്രോത്ത് ഫണ്ട് കഴിഞ്ഞ 7 വർഷങ്ങൾ 20% മുകളിൽ ശരാശരി റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇവിടെ വെറും 10 രൂപയാണ് NAV. പ്രവാസികളൊക്കെ 18,000 രൂപയൊക്കെ മാറ്റി വെച്ചാൽ ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് അനുസരിച്ച് 2 കോടി രൂപ വരെ റിട്ടേണുള്ള സാധ്യതയുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ വാഹന ഉടമയെ പരിചയപ്പെടാം. ടൊയോട്ട ഹൈറൈഡറിൻ്റെ ഓണറാണ്. നമസ്കാരം. പേര്? അജിത്ത്. എന്ത് ചെയ്യുന്നത് ഇത്? ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യും. ഓക്കെ. ഇവിടുത്തെ കാര്യം തന്നെയാണോ? കോട്ടയത്താണ് വീട്. കോട്ടയത്ത് ഏറ്റുമാനൂർ. നമ്മുടെ നാട്ടുകാരാണ്. എത്ര കാലമായി ഹൈറൈഡർ എടുത്തിട്ട്? ഇതിപ്പോ 4 വർഷമാവുന്നു. പ്രീ ബുക്ക് ചെയ്തതാണ്. ശരി. അപ്പം വന്ന സമയത്ത് അതെ അല്ലേ? 2022 ഡിസംബർ ആ സമയം. ഡിസംബറിലാണ്. ഈ 4 വർഷം കൂടുമ്പോഴാണ് ടൊയോട്ടയ്ക്ക് ഫേസ് ലിഫ്റ്റ് വരുന്നത്. അപ്പോൾ ഹൈറൈഡറിന് ഫേസ് ലിഫ്റ്റിനുള്ള സാധ്യത ഇപ്പം ഉണ്ട്. അവിടെ എല്ലാ വണ്ടികളും അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത് സ്ട്രോങ് ഹൈബ്രിഡ് ആണോ? സ്ട്രോങ് ഹൈബ്രിഡ്. എന്തുകൊണ്ടാണ്? അന്ന് സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്ര വ്യാപകമല്ലാത്ത ഒരു സംഭവമായിരുന്നു. അപ്പോൾ ധൈര്യമായിട്ട് അത് എടുക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഒന്ന്, ടൊയോട്ടയുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് അറിയാം, ക്യാമറയെ കുറിച്ച് കേട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ടൊയോട്ടയുടെ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊരു ഇയോൺ ഉണ്ടായിരുന്നു, ഒരു സെക്കൻഡ് ഹാൻഡ്. അപ്പോൾ ആ ഇയോൺ കുറച്ച് നാളായി കഴിഞ്ഞപ്പോൾ ഒരു അപ്ഗ്രേഡേഷൻ എന്ന രീതിയിൽ ആലോചിച്ചപ്പോഴാണ്, അപ്പോൾ ടൊയോട്ടയിൽ ചോദിച്ചപ്പോൾ ഇങ്ങനൊരു വണ്ടി വരുന്നുണ്ട്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ എടുത്തതാണ്. അന്ന് വലിയ മൈലേജ് ഒക്കെയാണല്ലോ പറഞ്ഞത്. അത്രയും കിട്ടുമെന്നൊരു വിശ്വാസം അന്ന് ഉണ്ടായിരുന്നോ? സത്യമായിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹൈബ്രിഡ് എന്ന് ഉള്ളത് അറിയുന്നത് കൊണ്ട് ഒരു എന്തായാലും ഒരു 20+ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. എന്താണ് ഇപ്പം ഈ ഇത്രയും കാലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എത്ര കിട്ടുന്നുണ്ട്? നല്ല മൈലേജ് ഉണ്ട്. 20+ തന്നെ ഉണ്ടോ? 20+ തന്നെയുണ്ട്. 20+ സാധാരണ സിറ്റി തന്നെ കിട്ടാറുണ്ട്. ആണല്ലേ? ശരി. ഹൈവേയിലൊക്കെ എത്ര മാക്സിമം കിട്ടിയിട്ടുണ്ട്? ഒരു നിയർലി 30 ഒക്കെ കിട്ടിയിട്ടുണ്ട്. 29. ശരി. അപ്പോൾ സ്ഥിരമായിട്ട് കൊച്ചി കോട്ടയം ഓടിക്കുന്നുണ്ടാവുമല്ലോ? കൊച്ചി കോട്ടയം. പിന്നെ വൈഫിന്റെ വീട് തൃശ്ശൂരാണ്. അപ്പം പിന്നെ 3 സ്ഥലത്തും ഓൾമോസ്റ്റ് സ്ഥിരമായിട്ട് ഓടുന്നുണ്ട്. അതെ അതെ. അപ്പോൾ ഈ പറഞ്ഞ തൃശ്ശൂരൊക്കെയുള്ള ഹൈവേയിലൊക്കെ ഈ 30 അടുത്തൊക്കെ വരുമോ? ഇല്ലില്ല. ഇപ്പം അത് ദൂരെ തമിഴ്നാട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ ഒരു 21, 22, 23 ഒക്കെ. ശരി. അന്ന് എത്ര രൂപ എടുത്തപ്പോൾ ഓൺ റോഡ്? ഇത് എടുക്കുമ്പോൾ 21 സംതിങ് ഓൺ റോഡ് ഉണ്ടായിരുന്നു. 21 ലക്ഷം രൂപയ്ക്ക് വർത്താണോ? അതെ അതെ ആണ്. എന്നുവെച്ചാൽ ഒരു ഭയങ്കര പുഷ് അതൊന്നും കിട്ടില്ല ഒരു ഇനീഷ്യൽ. പക്ഷെ ഒരു ഫാമിലി വണ്ടി എന്ന രീതിയിൽ ശരിയാണ്. ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡിന് ആ ഇനിഷ്യൽ ഒരു പുഷ് ഇല്ല അല്ലേ? അത് ഈ വെഹിക്കിൾ എന്തൂസിയാസ്റ്റുകൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നിയേക്കാം അല്ലേ? സർവീസ് എങ്ങനെ? സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? ഒരു 4,000 5,000 അത്രയൊക്കെ തന്നെയാണ്. ശരി. എത്ര ഓടി കാണും ഇപ്പോൾ? ഒരു 48. 48. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മേജറായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പണി വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരു പണിയും വന്നിട്ടില്ല. സർവീസ് ചെയ്ത് കൊണ്ടു നടക്കുക? സർവീസ് ചെയ്തുകൊണ്ട്. ശരി. പ്രത്യേകിച്ച് എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇല്ല. എന്താണ് ഇതിൻ്റെ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ ഈ വണ്ടിയുടെ, എക്സെപ്റ്റ് അതർ ദാൻ മൈലേജ്? ഒരു കംഫർട്ട്നെസ് ഉണ്ട് ഓടിക്കുമ്പോൾ. പിന്നെ ഇത്രയും വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല. ഒരു സ്റ്റിയറിംഗ് ആണെങ്കിലും എന്താ പറയാ, റേഡിയസ് വളച്ചെടുക്കാനും അത്ര ബുദ്ധിമുട്ടില്ല. സ്മൂത്ത് ആണ് ഓടിക്കാൻ. ബാക്ക് സീറ്റ് ഇരിക്കുന്നവർ കംഫർട്ട് എങ്ങനെയാ പറയുന്നത്? കൊള്ളാമെന്ന് തന്നെയാണോ? ഇത് ഒരു 5 സീറ്റർ ആണ് പറയുന്നത്. അപ്പോൾ അതിന്റെ എന്താ പറയാ, സ്പേസ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. ബൂട്ട് സ്പേസ് ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു പോരായ്മ തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും കൂടി ആകാമായിരുന്നു? നേരത്തെ പറഞ്ഞ ഒരു ഫസ്റ്റ് ഉള്ള ഒരു പുള്ളില്ല, അതൊരു പ്രശ്നമാണ്. പക്ഷെ അത് ഓടിച്ച് കുറെ നാളായി കഴിയുമ്പോൾ പിന്നെ അത് നമുക്ക് ഫീൽ ചെയ്യില്ല. അത് കംഫർട്ട്നെസ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അത് കുറച്ച് നല്ല രീതിയിൽ ചവിട്ടിയെടുത്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? അതങ്ങനെ
അത് ഉള്ളത് ഓക്കെയാണ്, അപ്പൊ പിന്നെ നോക്കാറില്ല. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അങ്ങനൊന്നും ഇല്ല ഇതുവരെ അങ്ങനൊന്നും വന്നിട്ടില്ല. ഇതുവരെ മേജർ കംപ്ലൈന്റ്സ് എന്ന് പറയാനായിട്ടൊന്നും വന്നിട്ടില്ല. അതിനായിട്ട് ഇതുവരെ ഷോറൂമിൽ കൊണ്ടുപോയിട്ടില്ല. ജനറൽ സർവീസുകൾക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ ഇത് എത്ര കാലം ഉപയോഗിക്കാനോ പരിപാടി? എന്തായാലും തൽക്കാലം കുറച്ചു കാലത്തേക്ക് ഇത് ഉപയോഗിക്കും. അതെ. ഇലക്ട്രിക് കാറുകൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ട്, വീട്ടില് ഇലക്ട്രിക് കാർസ് ഉണ്ട്. എന്റെ അല്ല, ബ്രദേഴ്സിന്റെ. എന്താണ് അഭിപ്രായം ഓടിച്ചിട്ട്? കുഴപ്പമില്ല. ഇലക്ട്രിക് കാർസിന് ആ നേരത്തെ പറഞ്ഞ ഇതുണ്ട്, ഇനേർഷ്യ നന്നായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ആ ഇൻഫ്രാസ്ട്രക്ചർ ഫുൾ എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ മേ ബി ഇനി അതിന്റെ ഫ്യൂച്ചർ ഇത് തന്നെയായിരിക്കുമല്ലോ. അപ്പം ഫ്യൂച്ചർ അതായിരിക്കും തന്നെയാണ് ഒരു വിശ്വാസം. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡുകൾ വരികയാണല്ലോ. പ്ലഗ് ഇൻ ഹൈബ്രിഡ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി എന്താ പറയുന്നത്, റേഞ്ച് ആങ്സൈറ്റി ഇല്ലാതെ ഓടിച്ചു നടക്കാൻ പറ്റും എന്നുള്ളൊരു ഇതൂടെ വരുന്നുണ്ട്. പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആകുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കണം തോന്നുന്നു. അപ്പോൾ ഞാനപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പലരും എന്താണ് ഫ്യൂച്ചർ ഓഫ് കാർസ് എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും കാലം EV എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആകുമോ ഫ്യൂച്ചർ എന്നുള്ള കാര്യം. പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് എല്ലാം നടക്കും. അതായത് പെട്രോളിലും പോവും, ഇലക്ട്രിക്കും പറ്റും. CNG പെട്രോൾ ഓടിക്കുന്ന പോലെ തന്നെ സ്വിച്ച് ചെയ്ത് ഓടിക്കാം, റേഞ്ച് ആങ്സൈറ്റി ഇല്ല. നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതാണോ ഇനി ഫ്യൂച്ചർ എന്നുള്ള അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും ഹൈറൈഡർ ആയാലും മാരുതി വിറ്റാര രണ്ടും ഒരേ സാധനം തന്നെയാണ്. അതായാലും ഒരു കുറ്റവും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. മൈലേജ് ഇപ്പോൾ എൻ്റെ അനുഭവം പറയാം, ഞാനും ശ്യാമും കൂടി നമ്മൾ കന്യാകുമാരി വരെ ഓടിച്ചിട്ട് 27.9 കിട്ടി. നമ്മൾ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെയിലുള്ള വണ്ടിക്ക് ഒന്നും മൈലേജ് ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ടാണ് ഞെട്ടിപ്പോയി. ശരിക്കും ഇത് റിയലിസ്റ്റിക് ആണോ എന്ന് പോലും തോന്നിപ്പോയി, അത്രയും മൈലേജ്. പക്ഷെ അത് കൃത്യമായിരുന്നു. പിന്നെ ഈ പറഞ്ഞല്ലോ ടൊയോട്ട എന്ന് പറയുമ്പോൾ വിശ്വസിച്ച് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു കുറേ കാലം കൂടി ഇനി ഓടിച്ചുകൊണ്ടിരിക്കും. കാരണം എന്തായാലും 1 ലക്ഷം ഒക്കെ ആകുന്നവരെ അല്ലേ? ഒരു 4-5 വർഷം കൂടിയൊക്കെ കൈ കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു ഫീഡ്ബാക്ക് ആണ് വന്നത്. ഇത് കാണാം. ഇനി നമ്മളൊരു മാരുതി ജിംനി ഓണറിനാണ് പരിചയപ്പെടുന്നത്. ജിംനി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ 2 വർഷം ഉപയോഗിച്ചു. ഞാനത് വിറ്റ് കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു എന്താണ് 2 വർഷം കഴിഞ്ഞ് വിറ്റത്, എന്തായാലും വലിയ കുഴപ്പമുണ്ടാക്കിയ വണ്ടിയൊന്നും ഒരിക്കലും അല്ലാന്ന് ഞാൻ പലതവണ പറഞ്ഞു. എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയത് ടേണിംഗ് റേഡിയസ് കൂടുതലാണെന്നുള്ള കാര്യമാണ്. അത് ഞാനാണെങ്കിൽ 90% സിറ്റിയിൽ ഓടിക്കുന്ന ആളായതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. അതിലുപരി ഞാനൊരു ബെൻസ് GLA ആണ് ഉപയോഗിച്ചിരുന്നത്. അത് വിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ അത് മറ്റൊരു GLA വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ ജിംനി വിറ്റത്. അപ്പം ഇതൊക്കെ തന്നെയാണോ ഈ ഓണറിൻ്റെയും മനസ്സിലിരിപ്പ് അന്വേഷിച്ച് നോക്കാം. നമസ്കാരം. പേര്? പോൾ. എന്ത് ചെയ്യുന്നു? ഞാൻ ഇൻഫോപാർക്കിൽ വർക്ക്. ഇൻഫോപാർക്കിലാണ്. ഇവിടുത്തുകാരാണോ? അല്ല, ഞാൻ തൃശ്ശൂരാണ്. ശരി. ഇവിടെ താമസിക്കുന്നു. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പോയി വരികയാണോ അത് ഇവിടെ താമസിക്കാം? ഇപ്പോൾ ഇവിടെ താമസിക്കുകയാണ്. ഒരിടയ്ക്ക് റെഗുലർ ട്രാവൽ ആയിരുന്നു. ഇപ്പോൾ ഒരു മോളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ഇവിടെ തന്നെ. എത്ര കാലമായി ജിംനി എടുത്തിട്ട്? ഇതിപ്പോൾ ഈ ഓഗസ്റ്റിൽ 2 വർഷം. 2 വർഷം. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. എന്താണ് ജിംനിയിലേക്ക് എത്താൻ ഒരു കാരണം? ഇപ്പോൾ ഒന്ന് ജിംനി, താറ് അങ്ങനത്തെ ഒരു വേണ്ടി ഒരു ആഗ്രഹം മാത്രമായിരുന്നു. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് അന്ന് 18 രൂപയോളം ഓൺ റോഡ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ അങ്ങനെ കൊടുത്ത് വാങ്ങിച്ചാളാ. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഫ്രീക്വന്റ് ട്രാവൽ ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഓട്ടോമാറ്റിക് നാനോ യൂസ് ചെയ്തിരുന്നു അതിന് മുന്നേ. അപ്പോൾ ഈ മോളും ഇതൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വണ്ടി എന്തായാലും മാറ്റുന്ന സ്ഥിതി വന്നപ്പോൾ നോക്കി തുടങ്ങി. ഒരുവിധം എന്താ പറയുക, ഒരു ഇഗ്നിസ് തൊട്ട് ഒരു ക്രെറ്റ സെഗ്മെന്റുകളെല്ലാം ട്രൈ ഔട്ട് ചെയ്തു. ഫൈനലി ഞാൻ ഓൾമോസ്റ്റ് ബ്രസീലിൽ ലാൻഡ് ചെയ്തു. ബ്രസ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് ഇവര് ഇങ്ങനെ ജിംനിക്കൊരു ഓഫർ വരുന്നുണ്ട്, 330 ഓഫർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട്. അപ്പൊ പിന്നെ ആ ഒരു റേറ്റിന് ഓൾമോസ്റ്റ് ബ്രസ അന്ന് 15-25 എന്തായിരുന്നു അന്ന് ഓൺ റോഡ് പറഞ്ഞിരുന്നത്. അതിനും താഴത്തേക്കാണ് ഇതിന്റെ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വരുന്നത്. എനിക്കറിയാം, ഞാനും ബൈജേട്ടനും വിവേക് ജി ഞങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ അന്ന് അതൊരു ആഗ്രഹമായി മാറിയത്. എനിക്കിത് പണ്ട് ഫോളോ ചെയ്തിരുന്നില്ല. ഞാൻ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഒരു 4x4 എന്നുള്ള ഒരു സെറ്റപ്പിലേക്ക് എത്തിയത്. അപ്പൊ എന്നിട്ട് എത്ര രൂപയ്ക്ക് കിട്ടിയത് ഓൺ റോഡ്? ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 14-20 റേഞ്ചിൽ കാണേണ്ടതാണ്. പക്ഷെ എങ്കിലും ബ്രസ മനസ്സിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത് രണ്ടും 2 സെഗ്മെന്റ് ആയിട്ട് തന്നെയാ തോന്നുക അല്ലേ? അതെ. എന്നിട്ടും ഇതിലേക്ക് എത്താനുള്ള ഈ പൈസ മാത്രമായിരുന്നോ അതിനൊരു കാരണം? അല്ല, ഒന്ന് ഒരു 4x4 എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നൊരു ആഗ്രഹമാണ്. പിന്നെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഇപ്പൊ താറാണ് ആകെ ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ കിടക്കുന്നത് മറ്റേ റാംഗ്ലർ, അത് വേറെ ലീഗാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇത് ബ്രസേനേക്കാൾ കുറഞ്ഞ പൈസക്ക്, ആ പൈസക്ക് 14-15 രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ വർത്താണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ 18 രൂപ 20 രൂപയ്ക്ക്, കാരണം 18 രൂപ കൊടുക്കുമ്പോൾ ഇപ്പോൾ ലോൺ ആണെങ്കിൽ അതിന് അതും താർ എടുക്കുക, ഒരു 1500-2000 രൂപ EMI വ്യത്യാസം വരുന്നുള്ളൂ. ആ പൈസക്ക് കിട്ടിയപ്പോൾ നല്ലതാണ്. അപ്പോൾ 2 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരാൾ ചോദിക്കുകയാണ് ഞാൻ ജിംനി വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പോളിൻ്റെ ഉത്തരം? അത് അയാളുടെ യൂസ് കേസ് പോലെ ഇരിക്കും. ഇപ്പോൾ
ഇപ്പോൾ ഒരു കാർ വേണം, വീട്ടിലേക്ക് ഒരു വണ്ടി വേണം, ഒരു ഫാമിലി കാർ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ ഇതൊരിക്കലും നടപടിയാവില്ല. ഇപ്പം എനിക്ക് വീട്ടിൽ പാരൻസ് ഒരു MAC യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വണ്ടി എന്നുള്ള രീതിക്കാണ് ഇതെടുത്തത്. അപ്പം ഞാൻ നോക്കുന്നത്, ഞാൻ വൈഫ് 2 പിള്ളേർ, കുഞ്ഞു കുട്ടികളാണ്. എന്തായാലും അടുത്തൊരു 10-12 വർഷത്തേക്ക് അവർ ചൈൽഡ് സീറ്റിലായിരിക്കും. അപ്പോൾ അവർക്ക് റയർ സീറ്റ് കംഫർട്ട് ഒന്നും ബാധിക്കുന്നില്ല. പിന്നെ ഒക്കേഷണലി ഇപ്പൊ ആരെങ്കിലും വന്നാൽ പോവാന്നുള്ളതല്ലാണ്ട് കുഴപ്പമില്ല. അത് മനസ്സിലാക്കി എടുക്കണം. അല്ലാതെ വീട്ടിലത്തെ ഓൺലി കാറായിട്ട് എടുത്താൽ ഈ പറഞ്ഞ പോലെ ഒരു ന്യൂക്ലിയർ ഫാമിലി പ്ലസ് പേരൻസും ഉണ്ടെങ്കിൽ ശരിയാവില്ല. കറക്റ്റ് ആണ് ആ ഫീഡ്ബാക്ക്. ഇപ്പം ഞാൻ പറഞ്ഞൊരു പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടോ ഈ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്? അതുണ്ട്, പക്ഷേ നമ്മൾ യൂസ് ടു ആയി. ഇപ്പൊ ഞാൻ ഇപ്പൊ മാറി ഓടിക്കുന്നില്ല, ഇത് തന്നെയാണ് കൂടുതലും. പിന്നെ ഇപ്പൊ ഫ്രണ്ട്സിന്റെ ആരെങ്കിലും വണ്ടി ഓടിച്ചാലോ ഉള്ളൂ. അപ്പൊ സ്ഥിരം ഓടിച്ച് നമുക്കത് കണക്കാം. ഇതിന്റെ പ്രശ്നം എവിടെ കിടക്കണമെന്ന് വെച്ചാല് നമ്മളിത് വീശും, കാണുന്നവർ ഈ വണ്ടിയുടെ സൈസ് വെച്ചിട്ടാണ് അളക്കുക. അതാണ്. അപ്പൊ അവര് വിചാരിക്കില്ല ഇവന് ഇത്രയും വരും. ഇപ്പൊ ഇൻഫോ പാർക്കിന്റെ അവിടെ തന്നെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഒരു യൂട്ടാണ്. അപ്പൊ അതെടുക്കുമ്പോ നമ്മള് ഈ ട്രാക്ക് മാക്സിമം ചേർന്ന് വന്ന് തിരിഞ്ഞ് ഇവരൊരിക്കലും വിചാരിക്കില്ല നമ്മൾ ഇത്രയും ഏരിയ എടുക്കുന്നുള്ളത്. അവര് കൊണ്ടൊന്ന് കുത്തിക്കും. അത് കുത്തിക്കണല്ല, അവര് വിചാരിക്കുന്നത് ഇതിനുള്ളിൽ തിരിഞ്ഞു പോകുന്നതാണ്. ആ ഒരു പ്രശ്നം നമ്മൾ യൂസ് ആയി. ആൾക്കാർക്ക് ഇപ്പോഴും അവര് സൈസ് വെച്ചല്ലേ. അപ്പൊ ഞാൻ പറയാറുണ്ട്, ആൾക്കാരിങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ വളച്ചെടുക്കുന്ന ഇവൻ ആരുടെ ഈ കൊച്ചു വണ്ടിയും വെച്ച് ഇങ്ങനെ എന്നെ നോക്കുമ്പോ ഇയാൾക്ക് ഇപ്പോഴും വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യ എന്നുള്ള വണ്ടി എന്നെ നോക്കും. ഇത്രയും നമ്മുടെ ഓഫീസിന്റെ അവിടെ ഒരു കൂട്ടുണ്ട്, അത് കറക്റ്റ് ഒരു കണക്കുണ്ട്. അതിൽ വന്ന് ഒറ്റടി കിട്ടും, ഇല്ലെങ്കിൽ റിവേഴ്സ്. അത് നമ്മൾ ലഞ്ചിനൊക്കെ പോകുമ്പോൾ മാറി ഓടിക്കുമ്പോൾ അത് ശരിക്കും അറിയാറുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു പ്രശ്നമല്ല, അത് ശരിക്കും പറഞ്ഞാൽ അത് ഈ ഒരു 4-wheel ഡ്രൈവായിട്ട് അവർ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു ഗിയർ, പഴയ ഗിയർ സിസ്റ്റം, ട്രാൻസ്മിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈലേജ് അല്പം കുറവുമാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഓട്ടോമാറ്റിക് അല്പം എത്രയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? ഞാൻ പറയാം, എനിക്ക് സിറ്റിയിൽ ഒരു 9-ഉം ഹൈവേയിൽ ഒരു അങ്ങേറ്റം 14ഒക്കെ കിട്ടുന്നത്. എന്താണ് ബോളിന്റെ ഒരു? അങ്ങനെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് കുറച്ചു കാലം മുമ്പ് വരെ. എനിക്കും ഏകദേശം ഇവിടെ ഈ കാക്കനാട് കിടന്ന് ഓടുമ്പോൾ ഒരു 9, മര്യാദയ്ക്ക് ഓടിച്ചാൽ 10 കിട്ടും. നാട്ടിലെ തൃശ്ശൂരാണെങ്കിൽ മിനിമം 11 കിട്ടും. കാരണം ഒന്ന് തൃശ്ശൂർ ജനറലി ഫ്ലാറ്റ് ടയറാണ്, ഇവിടെ ഇച്ചിരി കയറ്റിറക്കങ്ങളാണ്, അതിൻ്റെ ഒരു വ്യത്യാസം. നാട്ടിൽ പോകുമ്പോഴൊക്കെ എനിക്കൊരു 14. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ മിനിമം കളമശ്ശേരി വരെയിൽ എനിക്കൊരു 13-14 ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ഡിജിറ്റ് കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യം. എന്താ പെട്രോളിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ്, അല്ലാതെ E20 കിട്ടുള്ളൂ. ഈ വണ്ടി E20 കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ഡാമേജസ് ഇല്ല എൻജിൻ സൈഡുകൾ. അത് മാത്രമല്ലല്ലോ, നമുക്ക് വണ്ടിക്ക് ഒരു കോസ്റ്റ് പെർ കിലോമീറ്റർ എന്നുള്ള ഒരു കണക്കുണ്ട്. ഇപ്പൊ ഞാനിത് എടുക്കുന്ന സമയത്ത് ഞാൻ കമ്പയർ ചെയ്ത് വീട്ടിലെ അമേസ് ആയിട്ടാണ്. ഓക്കെ, അമേസ് ഇപ്പൊ ഒരു 13-14 സിറ്റി കിട്ടുന്നവർക്ക് ഇതിനൊരു 11 കിട്ടും. ഓക്കെ, റീസണബിൾ ആണ് ഇങ്ങനത്തെ ഒരു വണ്ടിക്ക്. അതിപ്പോ എംഐസിന്റെ പകുതിയിൽ താഴാൻ തുടങ്ങി. 6, 6.5, 8 കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ ലൈറ്റ് ഫുട്ടഡ് ആയിട്ട് ഓടിക്കണം. അല്ല, അത് E20യുടെ പ്രശ്നമാണെന്ന് എങ്ങനെയാണ് ബോളിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്? അല്ല, നമുക്ക് ആ ട്രാൻസിഷൻ ഫീൽ ചെയ്യില്ല. ഇപ്പൊ ലാസ്റ്റ് ഒരു 1 ഇയറിൽ ഇതേ വണ്ടി നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു കുറേ കൂടി കൺസിസ്റ്റന്റ് സ്ഥലത്താണ് ഉപയോഗിക്കുന്നത്. മാറി ഒത്തിരി ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകണമല്ലോ. ഞാൻ ഇവിടെ നിന്ന് തൃശ്ശൂർ ഇവിടെ കിടന്ന് ഓടുന്നു, പിന്നെ നമ്മൾ ഒക്കേഷണലി ട്രിപ്പ് പോകണമെന്നാണ് അതിനകത്തുള്ളൂ. അപ്പൊ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും, ആ പെട്രോളിൽ വന്ന മാറ്റം. പിന്നെ ത്രോട്ടൽ റെസ്പോൺസ് അത് നല്ല വ്യത്യാസമുണ്ട്. കാരണം അല്ലെങ്കിൽ ഇത് ലാഗാണ്. നമുക്കൊരു സാധാരണ കാർ ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ ശരിക്കും ഭ്രാന്ത് ഓടിക്കും സിറ്റിയിൽ ഓടിക്കുമ്പോൾ. പക്ഷെ അത് ഇതിനേക്കാളും ശോകമാണ് ആണല്ലേ. അപ്പൊ പിക്കപ്പിനെ ബാധിച്ചു, മൈലേജിനെ ബാധിച്ചു. പ്രശ്നമാണ്, മൈലേജും പ്രശ്നമാണ്. പിക്കപ്പ് ഒരു പരിധി വരെ ഈ പറഞ്ഞ ഫ്യൂൽ അഡിറ്റീവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കേസിൽ പിക്കപ്പ് ഒക്കെ ഓക്കെ ആവുന്നുണ്ട്, മൈലേജ് അനങ്ങില്ല. അപ്പൊ ഫ്യൂൽ അഡിറ്റീവ് കൃത്യമായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്? എല്ലാ ഫില്ലിങ്ങിനും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിന് എക്സ്ട്രാ പൈസ വേറെ ആകുന്നുണ്ട്. അപ്പൊ അത് നമ്മള് പെർ ലിറ്റർ പെട്രോൾ കോസ്റ്റ് വരുമ്പോൾ 113 രൂപ ഉള്ളത് അതും കൂടെ ചേർത്ത് വരുമ്പോൾ നമുക്ക് 115, 2 രൂപ 2.50 പൈസയും കൂടെ. ഈ അഡിറ്റീവ്സിന് നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുമോ? അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഫ്യൂൽ പമ്പിലും നമുക്കറിയാവോ? അല്ലേ, സർക്കാർ പെട്രോൾ എന്തായാലും വിശ്വാസതയുണ്ട്. അതിൽ വലിയ കഥയൊന്നുമില്ല. ഇപ്പൊ E20 ഒരു ഹൈഗ്രോസ്കോപ്പിക് സെറ്റപ്പ് ആണ്. അപ്പോ ഇപ്പൊ പമ്പുകാരന്നെ നമ്മൾ വാർത്തകൾ കാണുന്നതാണ്, പമ്പുകാരന്നെ പറയുന്നത് ഇവർക്ക് സ്റ്റോറേജ് ബുദ്ധിമുട്ടാണ്. അത് നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിലത്തെ ഒരു കാലാവസ്ഥ ഇപ്പൊ മഴക്കാലമാണ്. അപ്പൊ വെള്ളം അങ്ങോട്ട് ഒലിച്ചു ചെല്ലണം എന്ന് നിർബന്ധമൊന്നുമില്ലോ. ഈ സാധനം ഇപ്പൊ എന്റെ ഒരു ബൈക്ക് ഉണ്ട്, ഏകദേശം ഒരു 2-3 ആഴ്ചയായിട്ട് വണ്ടി എടുത്തിട്ടില്ല. അപ്പൊ നമ്മളൊരു വണ്ടി നിർത്തിയിടുമ്പോ എന്താ ചെയ്യുക, ഫുൾ ടാങ്ക് അടിച്ചിടും പണ്ടാണെങ്കിൽ തുരുമ്പ് കയറാണ്ടിരിക്കാൻ. ഇപ്പൊ ഇത് അടിച്ചിട്ടാലും തുരുമ്പ് കയറും, അടിച്ചിട്ടില്ലേലും തുരുമ്പ് കയറുന്നുള്ള അവസ്ഥ. കൂടുതൽ മോയ്സ്ചർ ഉണ്ട് E20 ഉള്ളതുകൊണ്ട് തുരുമ്പ് കയറാനുള്ള സാധ്യത. അത് സയൻസ് ആണ്, അതിന് വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ ഇവൻച്വലി ഇതിനകത്തേക്ക് വരാം. പിന്നെ ഒരു സാധ്യത എന്ന് വെച്ചാൽ ഫാസ്റ്റ് മൂവിങ് സാധനം ആയതുകൊണ്ട് ഒരു സാധ്യത. പക്ഷെ മറ്റേ പണ്ടത്തെ പെട്രോൾ പോലെ പമ്പുകാർക്ക് പോലെ ഒരു
ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. ആർക്കാ ഗ്യാരണ്ടി ഉള്ളത്? കേന്ദ്ര ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ടോ? ആർക്കും ഇല്ല. ആർക്കും ഇല്ല. മൈലേജ് കുറയുമെന്ന് ചോദിച്ചാൽ കുറയും, ചിലർ പറയും കുറയുന്നില്ല. അവര് പറയണത് 3 മുതൽ 5%. പോട്ടെ 10 കൂട്ടിക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ ആവറേജ് 9 to 11 കിട്ടും. 10 കൂട്ടിയിരുന്നിടത്ത് എനിക്കിപ്പോ 9 കിട്ടണ്ടേ? എനിക്ക് 8 കിട്ടാന്നുള്ള വലിയ കാര്യമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈസിലി 20-30% ഡ്രോപ്പ് ഉണ്ട്. മറ്റേതൊരു തിയറട്ടിക്കൽ വാല്യൂ ആണ്. നമ്മൾ പ്രാക്ടിക്കൽ ആണല്ലോ നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇപ്പൊ ഈ ARI മൈലേജ് പറയുന്നത്, ഇപ്പൊ ഇതിനെ പറയുകയാണെങ്കിൽ ഇപ്പൊ കേട്ടൊരു സംഭവമാണ്, എങ്ങനെയാ നിങ്ങൾ മൈലേജ് അളക്കണേ, അതൊരു ഓതറൈസ്ഡ് ഏജൻസിക്കല്ലേ പറയാൻ പറ്റൂ. അതാണ് മന്ത്രി ചോദിച്ചത്. സാധാരണ കസ്റ്റമേഴ്സ് മൈലേജ് കുറയുന്നുണ്ടെന്ന് അതെങ്ങനെയാ ചുമ്മാ നമ്മൾ ഓടിച്ച് പറയാൻ പറ്റുമോ? അത് സയന്റിഫിക് ആയിട്ടല്ലല്ലോ നിങ്ങൾ പറയുന്നത്. അതെ. അപ്പൊ സയന്റിഫിക് ആയിട്ട് ഈ വണ്ടിക്ക് പറഞ്ഞേക്കണ എന്റെ കണക്ക് ഓർമ്മ ശരിയാണ് 1694 16 ചില്ലറ. അപ്പൊ അത് കിട്ടണ്ടേ? അതെ. ഇത് E20 കംപ്ലൈന്റ് വണ്ടിയല്ലേ? അപ്പൊ E20ക്ക് അഗേൻസ്റ്റ് ആയിരിക്കണ്ടേ ഇതിന്റെ ടെസ്റ്റിംഗ് നടന്നുണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ARI പറയുന്ന മൈലേജ് റോട്ടിലും കിട്ടണം. രണ്ടും തമ്മിൽ ഡിഫറൻസ് പാടില്ല തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് ഇത്. നമ്മൾ എല്ലാവരും ഇപ്പം ഞാൻ ഇന്നും കൂടി രാവിലെ പത്രത്തിൽ വായിച്ചേ ഉള്ളൂ, എല്ലാവർക്കും മൈലേജ് കുറയുന്നു, എല്ലാവർക്കും പലതരത്തിലുള്ള പിക്കപ്പ് ഇഷ്യൂസ് ഒക്കെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനെതിരെ കണ്ണടച്ച് നിൽക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. യാതൊരു തരത്തിലുള്ള ടെസ്റ്റിംഗ് നടത്താതെയാണ് E20 കൊണ്ടുവന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇപ്പോൾ മാരുതി പോലുള്ള കമ്പനികൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഇന്ത്യയിൽ ഇനിയും മുന്നോട്ട് പോകേണ്ട ഒരു കമ്പനി ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല. ഏതായാലും അങ്ങേയറ്റം മോശമായ കാര്യമാണ്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തായ്ലൻഡിലായിരുന്നു. തായ്ലൻഡിലൊക്കെ എല്ലാ പമ്പിലും എല്ലാ തരത്തിലുള്ള പെട്രോളും ഉണ്ട്, നിങ്ങൾക്ക് ഏതും സെലക്ട് ചെയ്യാം. അല്ല നിങ്ങൾക്ക് E20 ഉള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് പറ്റുന്നൊരു കാര്യമല്ല. അത് മാറി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ പോളിനെ പോലെയൊക്കെ ഇപ്പം ഞാനൊന്നും അങ്ങനെ മൈലേജ് ശ്രദ്ധിക്കുന്ന ആളാണ്, കാരണം എൻ്റെ കയ്യിലുള്ള വണ്ടിക്കൊന്നും നല്ലൊരു മൈലേജ് ഇല്ല, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇത് കൃത്യമായി മൈലേജ് നോക്കുന്ന ആളാണ്. അപ്പോൾ സയന്റിഫിക്കായിട്ട് പോയി ടെസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നത് യാതൊരു അർത്ഥമില്ല. ഇതിലിപ്പോ വരാൻ പോകുന്ന മൈലേജ് നോക്കിയിട്ട് ഈ വണ്ടി എടുക്കണമെന്നുള്ളൊരു മൈലേജ് നോക്കിയിട്ട് നമ്മൾ മറ്റു വണ്ടികളും ഉപയോഗിക്കുന്നത് കൊണ്ടും നമ്മൾ ആ ഒരു സർക്കിളിൽ ഉള്ളത് കൊണ്ടും ആൾക്കാർ ചോദിക്കും. ഇപ്പൊ ബൈജോടൻ ചോദിച്ച പോലെ മറ്റുള്ളവർ ചോദിക്കും, നിനക്ക് ഇതിന് എന്ത് കിട്ടുന്നത് ചോദിക്കും. അങ്ങനെ നമുക്കൊരു 6 മാസം കൂടുമ്പോൾ ഒരു ടാങ്ക് ടു ടാങ്ക് അടിച്ച് നമ്മൾ വെരിഫൈ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ മൈലേജ് ഉണ്ട് അങ്ങനെ ഒരു നിലവിളി ആയിട്ടല്ല പറയുന്നത്. നമ്മളിപ്പോ ഇത് തൊട്ട് മുമ്പ് കണ്ട ഹൈറൈഡറിന്റെ ഓണറിന് 20 കിട്ടുന്നുണ്ട്, അതിലൊരു 2 കുറഞ്ഞാലും പിന്നെ സഹിക്കാം. ഇപ്പൊ 9 കിട്ടിയാൽ 6 ആയിപ്പോയി എന്ത് ചെയ്യും? അത് ഭയങ്കരമായിട്ട് കുറഞ്ഞത്. അപ്പൊ അത് സർവീസ് സെന്ററിൽ പറഞ്ഞോ ഇങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം? ഇപ്പൊ ആക്ച്വലി എനിക്കിപ്പോ വരികയാണ്, അടുത്ത മാസമാണ് സർവീസ് വരുന്നത്. പിന്നെ ഇപ്പൊ അവർക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. അല്ല, മാരുതി പറഞ്ഞത് എന്താണെന്ന് അറിയോ, 24 ലക്ഷം ഡാറ്റ പരിശോധിച്ചു, ആർക്കും ഒരു കുറവില്ലെന്ന് എന്നാണ് മാരുതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല. ഇപ്പൊ ശരി, ഈ വണ്ടി ഒരു എക്സെപ്ഷൻ, അതൊരു ടിപ്പിക്കൽ മാരുതിയുടെ മൈലേജ് വരുന്ന ഒരു വണ്ടിയല്ല. ബാക്കി മാരുതിയുടെ മൈലേജ് കിങ്ങളായിട്ടുള്ള ഒരുപാട് വണ്ടികളുണ്ട്, വാഗണാർ, സെലിയർ, ചെറു വണ്ടികളെല്ലാം എടുക്കുക. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഒക്കെ ഇഗ്നിസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നല്ല ഡ്രോപ്പ് ഉണ്ട്. നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ സംസാരിക്കാറുണ്ടോ നിങ്ങൾ? ഡെയിലി ഓഫീസിൽ ഇതൊക്കെ i20 ഉണ്ട്, ഇഗ്നിസ് ഉണ്ട്. അതായത് മൈലേജിന് നല്ല വണ്ടികളെല്ലാം ഇവർക്കെല്ലാം ഒരു 3 to 4 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ട്. കാരണം നാട്ടിൽ പോകുമ്പോൾ അവന് 20-21 ഒക്കെ കിട്ടിയിരുന്നത് 17-18 കിട്ടുന്നത്. അത് ഇതിപ്പം എല്ലാം E20 കോംപ്ലൈന്റ് ആയിട്ടുള്ള വണ്ടികളാണ്. ഇതിന് മുമ്പുള്ള വണ്ടികളുടെ കാര്യത്തിൽ പറയുന്നത് അതിന് റബ്ബർ ട്യൂബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ദ്രവിച്ചു പോകുന്ന പ്രശ്നം ഉണ്ടെന്നൊക്കെ, അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ഇപ്പൊ ഈ സംഭവം അടിച്ചേപ്പിക്കാൻ. എന്റെ വീട്ടിൽ തന്നെയുള്ള ഇപ്പൊ എന്റെ ഹൈനസ് ആയാലും വീട്ടിലെ മേസ് ആയാലും ഇതെല്ലാം പ്രീ 2023, ഇത് E20 അല്ല. അപ്പൊ അതിന് ഡാമേജ് വിത്ത് ഡാമേജ്, ഇത് ഡാമേജ് വരില്ല. ശരി, E20 ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അങ്ങനെയാണ് പൈസ കുറയ്ക്കണം. കാരണം നമുക്ക് ആ എനർജി ഡെൻസിറ്റി ഇല്ലാത്തൊരു സാധനം, നമുക്ക് മൂല്യം കുറഞ്ഞില്ല അതിന്റെ. പിന്നെ അത് അതേ പൈസക്ക് വിൽക്കുക എന്നുള്ളതാണ് പ്രശ്നം. വണ്ടി കംപ്ലൈന്റ് ആണ്, നിങ്ങൾ ആ ഫെയറും കൂടെ കംപ്ലൈന്റ് ആക്കും. അതെ, ശരിയാണ്. എന്തായാലും എന്താണ് സംഭവിക്കാൻ നോക്കാം. ആകെ പ്രതീക്ഷ പാറ്റകളാണ് ഇനി, അല്ലേ? പാറ്റകളാണ് ഇതിനെതിരെ എന്തെങ്കിലും പറയാൻ പോകുന്നു എന്ന് പറയുന്നത്. പക്ഷേ പാറ്റകളുടെ കൂട്ടത്തിൽ ഞാൻ ഈയിടെ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, വിഷപ്പാമ്പുകളൊക്കെ കൂടെ കയറിയിട്ടുണ്ട്, എന്താണെന്ന് അറിയാൻ വയ്യ കാര്യം. അല്ല, ഇതിൽ പിന്നെ പാറ്റ മാത്രമല്ല, ഇതെല്ലാവരും ബാധിക്കുന്ന ഒരു കേസാണ്. ഇതൊരു ജെൻസി മാത്രം സംഭവമല്ല. 44 കോടി വാഹനങ്ങളുണ്ട് ഇന്ത്യയിലെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പം 44 കോടി വാഹനങ്ങൾ × 2 2 ബാധിക്കും. അത് ഒരു 88 കോടി, ഒരു 100 കോടി ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിന് കാര്യമായ രീതിയിലുള്ള നമുക്ക് എല്ലാ പെട്രോളും ലഭ്യമാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വേണ്ടവൻ എന്തെങ്കിലും അടിച്ചോട്ടെ എന്നുള്ളത് അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ എന്താണ്, എത്ര കാലം ഉപയോഗിക്കാനാണ് പരിപാടി ഇനി? ഞാനതൊക്കെ അങ്ങനെ കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഇല്ല. ഒരു ലോങ് ടൈമർ ആയിട്ട് തന്നെയാണ്. ഓഫ് റോഡ് പോകാറുണ്ടോ? ട്രെയിൽസ് പോകാറുണ്ട്. പിന്നെ ഇപ്പൊ വരാട്ടുമേട്, മാമലക്കണ്ടം അങ്ങനെ ഇടയ്ക്ക് പോകും. എന്തൊക്കെ പറയാൻ നമ്മൾ സ്നേഹിച്ചു പോകുന്നൊരു വണ്ടിയല്ലേ ഇത്? നല്ലതാണ്, അത് മനസ്സിലാക്കണം. ഈ വലിപ്പം നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് നടപടിയാവില്ല. പിന്നെ താറുമായിട്ട് കമ്പയർ ചെയ്യരുത്. എന്നെ സംബന്ധിച്ച് താറ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സെഗ്മെന്റ്. ഇവരുടെ പ്രൈസിങ് മോശമാണ്. 18 രൂപയ്ക്ക് വെച്ചത് കൊണ്ടാണ് ഇത് താറായിട്ടുള്ള ഒരു കമ്പനി. ഇത് ആദ്യമേ ഈ ഒരു 15 രൂപയ്ക്ക് താഴത്തേക്ക് ആയിരുന്നെങ്കിൽ അത് സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിട്ട് തന്നെ നിന്നേനെ.
അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം പോളിൻ്റെ കൺസേൺ ഈ എല്ലാവരുടെയും കൺസേൺ ആയിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നമുക്കിതൊരു എന്താ പറയുക ഒരു പ്രൊപ്പഗൻഡ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ചാനലാണ്. അപ്പം നമ്മുടെ ചാനലിൽ എല്ലാവരും മൈലേജ് കമൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്കിതൊരു ഇത് തീർച്ചയായിട്ടും അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും. എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ആൾക്കാർ ഒരു ഹൈ റൈഡർ വന്ന് നല്ല മൈലേജ് ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത് വന്ന് ജിംനി മൈലേജ് തീരെ പോയി E20 അടിച്ചപ്പോൾ എന്ന് പറഞ്ഞു. ഇതൊന്നും ബാധിക്കാത്ത ഒരു ഓണറിനെയും വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? ഡോക്ടർ ബാബു. എന്ത് ചെയ്യുന്നു? ഞാൻ ബേസിക്കലി മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. ഡോക്ടറേറ്റ് ആണ്? ഡോക്ടർ ഇൻ മാനേജ്മെന്റ്. ശരി. HR സ്പെഷ്യലൈസേഷൻ. എവിടെയാണ് നാട്? നാട് കൊല്ലമാണ്. ബേസിക്കലി എറണാകുളം തന്നെ ഉണ്ടാവും കൂടുതൽ സമയം. ശരി. അക്രോസ് കേരളയും കുറച്ച് ക്ലയൻസ് ഉണ്ട്, ഔട്ട്സൈഡും ക്ലയൻസ്. അപ്പോൾ എങ്ങനെ ഇതിന്റെ മാനേജ്മെന്റ് ക്ലാസ്സുകൾ എടുക്കുകയാണോ എന്താണ്? അല്ല, ബേസിക്കലി ഇനി ഒരു 3 പ്രൊഫൈലാണ് ഉള്ളത്. ബേസിക്കലി ഒരു 30% മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ആണ്. ഒരു 25 crores മുതൽ ഒരു 5,000 crores വരെയുള്ള കമ്പനികളുടെ അഡ്വാൻസ്ഡ് പ്രോഗ്രഷൻ കാര്യങ്ങളൊക്കെ റിവേഴ്സ് വർക്ക് ചെയ്യും. എന്നിട്ട് അതിനുള്ള സ്റ്റെപ്പും പീപ്പിളും പ്രോസസ്സും പ്രോഡക്റ്റും ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മാനേജ്മെന്റ് അഡ്വൈസ് ചെയ്യും. പിന്നെ ഒരു പബ്ലിഷിംഗ് കമ്പനിയുണ്ട്, അക്കാഡമിക് ബുക്സിന് പബ്ലിഷ് ചെയ്യുന്നത്. കുറച്ച് പബ്ലിഷിംഗ് നടന്നു പോകുന്നുണ്ട്. പിന്നെ അഡ്ജന്റ് ഫാക്കൽറ്റി ആയിട്ട് കുറച്ചധികം മാനേജ്മെന്റ് കോളേജുകളിൽ അഡ്ജന്റ് ഫാക്കൽറ്റി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ക്വാളിഫൈഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറാണ്. 2-3 കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുണ്ട്, ഇൻക്ലൂഡിങ് മരക്കാർ. മരക്കാരിൽ ഞാൻ ഒരു 10 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബേസിക്കലി ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ ഈ AI വന്നപ്പോഴത്തേക്ക് ഈ മാനേജ്മെന്റ് സിസ്റ്റത്തിലൊക്കെ ഒത്തിരി മാറ്റം വന്നില്ലേ? അതൊക്കെ നിങ്ങൾ നമ്മൾ വളരെയധികം അഡ്വാൻസ് ചെയ്ത് ശരിക്കും പറഞ്ഞ ഒരു പ്രെഡിക്റ്റീവ് അനലിറ്റിക്സിലേക്കൊക്കെ AI നമ്മൾ വളരെയധികം പോയി. അതായത് ഫോർ എക്സാമ്പിൾ പണ്ട് നമ്മൾ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റോ P&L ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ തന്നെ നമ്മുടേതായ ചില റിസർച്ച് മെത്തഡോളജിയിൽ പ്ലാൻ ചെയ്യും. അപ്പം അതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് AI തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് തരും. അപ്പോൾ അതിനുള്ള മൈൽ സ്റ്റോൺസ് മാത്രം നമ്മൾ ഫിക്സ് ചെയ്ത് വേണ്ടത് ഇത് പ്രോപ്പറായിട്ട് ഓരോ മൈൽ സ്റ്റോൺസ് പോകുന്നുണ്ടോ ചെക്ക് ചെയ്യുക. മാനേജ്മെന്റിന് കുറച്ചുകൂടെ അഡ്വൈസ് ചെയ്യാനും. പക്ഷേ ആ പ്രൊഡിക്ഷൻ ശരിയാകാറുണ്ടോ? നമ്മൾ കറക്റ്റ് ചെയ്യണത് അത് കറക്റ്റായിട്ടുള്ള പാത്തുകൾ പറഞ്ഞു തരും. നമ്മളതിന് നമ്മുടെ റിസോഴ്സുകൾ, പ്രധാനപ്പെട്ട പീപ്പിളിൻ്റെ റിസോഴ്സുകളും പ്രോഡക്റ്റിൻ്റെ റിസോഴ്സുകളും പ്രോസസ്സിൻ്റെ റിസോർട്ടുകളും എങ്ങനെയൊക്കെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്താൽ സുഖമായിട്ട് അച്ചീവബിൾ ആണ്. നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കമ്പനികൾക്ക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് കാണാനും ഒക്കെ ഉള്ള വളരെയധികം കേസ് സ്റ്റഡീസുകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ മെറ്റിക്കുലസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രെയിനിങ്ങും മാനേജ്മെൻറ്റ് കോച്ചിങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ നമ്മൾ MSMEയിൽ ശരിക്കും നന്നായി വളർന്ന് കേരളത്തിൽ നല്ല രീതിയിൽ വരുന്ന ആളുകളുണ്ട്. ഈവൻ ഇഫ് നമ്മൾ IPOയ്ക്ക് പോലും എതിരെയായിട്ടുള്ള ഓർഗനൈസേഷൻസ് കേരളത്തിലുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി ഫംഗ്ഷൻസ്. അപ്പോൾ നല്ല ഓട്ടോ ഉള്ള ആളാണ്. ഞാൻ വണ്ടി എടുത്തിട്ട് 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 12,500 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ഞാൻ അൽക്കാസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒബിയസ്ലി ഒരു ഗുഡ് വെഹിക്കിൾ. പെട്രോൾ ആയിരുന്നു. ഞാനൊരു പെട്രോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം നല്ല രീതിയിൽ അത് 3 വർഷം ആയപ്പോൾ തന്നെ ഒരു 90,000 കിലോമീറ്റർ ഓടി. പക്ഷേ അപ്പോഴാണ് അതിനേക്കാളും ഓടിക്കൊണ്ടിരിക്കുന്നത്. റേഞ്ച് കാഴ്ചയിൽ ഈ പിന്നെ എന്താ പറയുക എക്കണോമിക്സ് കുറച്ചുകൂടെ അതായത് പോകാനുള്ള യാത്ര ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂടി. പിന്നെ നേരത്തെ കൂടുതൽ ട്രെയിൻ നോക്കുമായിരുന്നു. ഇതിപ്പം അക്രോസ് ഇത് തന്നെ ഞാനിപ്പോൾ പ്രിന്റർ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലെവലിലാണ് നമുക്ക് ഒരു ഓഫീസായിട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പം പെട്ടെന്ന് ഇപ്പൊ ഒരു പെട്രോൾ ഹെഡ് ആണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഈ ഒരു എന്താ പറയുക ജീവനില്ലായ്മ തോന്നുന്നുണ്ടോ? ഈ സൗണ്ടിന്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് തരുന്ന ഒരു എക്കണോമിക്സ് ഉണ്ടല്ലോ, അതിന്റെ ഒരു സാമ്പത്തികമായ ഒരു രീതിയിലേക്ക് നോക്കും. പിന്നെ നമ്മളും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു പെട്രോൾ വണ്ടിയിൽ നിന്ന് മാറി ഒരു EV വണ്ടിയിലോട്ട് പോവുക. എനിക്ക് നേരത്തെ ഈ വണ്ടി എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ മൈലേജ് ആങ്സൈറ്റി എന്നെ ഭയങ്കരമായിട്ട്, റേഞ്ച് ആങ്സൈറ്റി എന്നെ നന്നായിട്ട് അത് ഫുൾ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിന്റെ ഒരു 600-500 റേഞ്ചിലേക്ക് ഇത് തരുമെന്നുള്ളൊരു ഇത് വരികയും അപ്പോൾ തന്നെ ഞാനത് വണ്ടി ഫൈനലൈസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫുൾ ചാർജ് ചെയ്താൽ വേണ്ട ഒരു 600 കാണിക്കും. നമുക്കൊരു 6 ഒരു 480 to 520 ആണ് എൻ്റെ ആവറേജ് റേഞ്ച് മെയിൻറ്റെയിൻ. എനിക്ക് ഇതുവരെ ഒരു റേഞ്ച് ആങ്സൈറ്റി ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. പിന്നെ നല്ല രീതിയിൽ നമുക്ക് പിന്നെ ഡ്രൈവർ കൂടെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഈ ചാർജിങ് സൈക്കിൾസ് ഒക്കെ അവർ മാനേജ് ചെയ്തോളും. അതിനെപ്പറ്റി ലീസ്റ്റ് ബോധേഡാണ് ഞാൻ. എന്നാലും ഹാവ് ആൻ ഐ ഓൺ ഇറ്റ്. അപ്പോൾ വീട്ടിൽ ആണോ അധികം ചാർജ് ചെയ്യുന്നത് അതോ? രണ്ടും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ട്രിവാൻഡ്രത്താണ് ഇപ്പം താമസിക്കുന്നത്, പിന്നെ കൊല്ലത്താണ് വീട്. അപ്പം ട്രാവൽ വഴിയിൽ രണ്ടിടത്തും കൊല്ലത്ത് സോളാറുണ്ട്. ഇത് പാക്ക് 2 ആണ്, ഞാൻ പാക്ക് 3 എടുത്തില്ല.
ഒരു 3-3.5 ലക്ഷം രൂപ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ പൈസയ്ക്ക് ഞാൻ ഒരു സോളർ വെച്ചു. മാനേജ്മെന്റ് വിദഗ്ധനായതുകൊണ്ട് അത് സോളർ വെച്ചു. അപ്പോൾ അതുകൊണ്ട് അത് നടന്നു പോകുന്നു. ഏകദേശം ഇപ്പോൾ നോക്കുമ്പോൾ ഏതൊരു 60 മുതൽ 70% വരെ AC ചാർജിങ്, വീട്ടിലെ ചാർജിങ് ആണ്. ബാക്കി മാത്രമേ ഒരു പബ്ലിക് ചാർജിങ്ങിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു ലെവലിലും ആ അഡ്വൈസ് നന്നായി മെയിൻറ്റെയിൻ ചെയ്തു. ഈ പബ്ലിക് ചാർജറിൽ ഇവർ പറയുന്ന അത്ര സ്പീഡിൽ തന്നെ ചാർജ് ആവുന്നുണ്ടോ? ചാർജ് ആവുന്നുണ്ട്. അത്യാവശ്യം ഒരു 60 120 ഒക്കെ ചാർജിൽ പെട്ടെന്ന് തന്നെ ചാർജ് ആയി പോകുന്നു. ആ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. കാര്യം ഞാനത് കുറച്ച് മെറ്റിക്കുലസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അതേ രീതിയിൽ അത് പോകുന്നുണ്ട്. അപ്പം ഈ സെഗ്മെന്റിൽ മറ്റു പല വണ്ടികളും ഉണ്ട് EV-കൾ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ 9ലേക്ക് പോകാൻ തീരുമാനിച്ചത്? ടാറ്റ ആയിരുന്നു ഒരു ഓപ്ഷൻ. പിന്നെ MG ഇതുണ്ടായിരുന്നു. ടാറ്റയിൽ എന്തോ ഒരു ചെറിയ സർവീസിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഒരിക്കലും ഇങ്ങനെ വണ്ടി ഇല്ലാതെ ഒരിക്കലും പറ്റില്ല. അപ്പം മഹീന്ദ്ര കുറച്ചുകൂടെ ആ കാര്യത്തിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നി. ഫീഡ്ബാക്കും സാറിൻ്റെ എന്നെ വീഡിയോസ് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ മഹീന്ദ്രയെ പറ്റിയുള്ള ഒരു കമൻറ്റിങ്ങും. അപ്പോൾ അവർ എൻ്റെ കുറച്ച് ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ട്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയതുകൊണ്ട് കുറേ ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പറഞ്ഞപ്പോൾ മഹീന്ദ്രയുടെ സർവീസ് കുറച്ച് ബെറ്റർ ആണ്. പിന്നെ ആകെ ഒരു കമൻറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർവീസ് സെൻറ്റേഴ്സും കേരളത്തിലെ ഡീലർഷിപ്പുകളും എത്രത്തോളം ആ മഹീന്ദ്രയുടെ എക്സ്പെക്ടേഷൻ ലെവലിലേക്ക് റൈസപ്പ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പല സ്ഥലത്തും കമ്മ്യൂണിക്കേഷൻ ലെവലിലൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വണ്ടിയെ സംബന്ധിച്ച്? എനിക്ക് ഇതിൻ്റെ ഒരു ഇൻഫോ എൻ്റർടൈൻമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ബേസിക്കലി കംഫർട്ടബിൾ ആയിട്ടിരുന്ന് യാത്ര ചെയ്യാനും. കംഫർട്ട് എന്ന് പറയുന്നത് ഡ്രൈവർ സീറ്റും കോ പാസഞ്ചർ സീറ്റും കംഫർട്ടബിൾ ആണ്. ബാക്ക് സീറ്റ് ശരിക്കും കംഫർട്ടബിൾ അല്ല. ഒരു ഫാമിലിയിൽ നിന്ന് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. കമ്പയർ ചെയ്യുന്ന അൽക്കാസറുമായിട്ടാണ്. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. എന്താണ് അവർ പറയുന്നത്? ടൈ സപ്പോർട്ട് കുറവുണ്ട്, സീറ്റിംഗ് സ്പെഷ്യൽ. ഇപ്പം അപ്പോൾ അത് ഞാൻ കണ്ടപ്പം കാണുമായിരുന്നു. നമ്മുടെ തന്നെ വീഡിയോയിൽ പലത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇനി സീറ്റ് വീണ്ടും ചെയ്യേണ്ടി വരും. സീറ്റ് ചെയ്താലാണ് ആ ഒരു കംഫർട്ട് കിട്ടുമെന്നുള്ളത്. അത് EV-കളുടെ കാര്യത്തിലുള്ള പ്രശ്നം വെച്ചാൽ ഇതിന്റെ ഫ്ലോറിലാണല്ലോ ബാറ്ററി. അതുകൊണ്ട് എപ്പോഴും ഫ്ലോർ റൈസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ടൈ സപ്പോർട്ട് ഇങ്ങനെ കാലിങ്ങനെ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ വരും. അതെല്ലാം EV-കളുടെ ഒരു പൊതു പ്രശ്നമാണ്. അതിന് കുഷനിങ് ഒന്ന് മാറ്റി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അഡ്വൈസ് ചെയ്തു. ശരി, വണ്ടി കൊടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഓടുന്നു. അപ്പൊ അത് ഒരു പോരായ്മയായിട്ട് പറയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ ഇൻഫോർടൈൻമെന്റ്. പിന്നെ എന്തെങ്കിലും ലാഗോ എന്തെങ്കിലും ഒന്നും വന്നിട്ടില്ല. ഞാൻ ഞാനും വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ വലിയ ഓവർലോഡ് ചെയ്യാതെ വളരെ ഒരു ഇലക്ട്രോണിക് ഡിവൈസിന് കൊടുക്കേണ്ട കാര്യം നമ്മൾ കുറച്ചുകൂടെ ഇലക്ട്രോണിക് ആയിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റിന് കൊടുക്കേണ്ട ഒരു കെയറിംഗ് ഉണ്ട്. ഒരു ഓട്ടോമൊബൈലിനുള്ള കെയറിംഗ് അല്ല. രണ്ട് സാധനങ്ങളാണ്. അപ്പൊ നമ്മളൊരു ആപ്പിളിന്റെ ഒരു മൊബൈൽ ഉപയോഗിക്കുമ്പോഴും റെഗുലേറ്ററുള്ള സാധനം ഉപയോഗിക്കും. ആ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അതിനൊരു കംഫർട്ട് കൊടുക്കണം. ആ കംഫർട്ട് വെച്ചിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് അതൊരു നല്ല പോയിന്റാണ്. കാറിന് കൊടുക്കേണ്ട കെയർ അല്ല, ഗാഡ്ജറ്റ് കൊടുക്കേണ്ട കെയർ ആയിട്ട് കൂടി ഈ വണ്ടി ഉപയോഗിച്ചാൽ ഇത് നന്നായി നമ്മളെ തിരിച്ചു വരും. പിന്നെ സ്പീഡിന്റെ കേസിലായാലും പവറിന്റെ കേസിലായും നമ്മളിപ്പോൾ BMW ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു റിവേഴ്സ് ഉണ്ടല്ലോ, ഐ മീൻ തിരിച്ചുള്ള പോരാ തിന്നി ചവിട്ടിക്കോ എന്ന് പറയുന്ന ഒരു ആംഗിളുണ്ട്. ആംഗിളിൽ ആ വണ്ടി നന്നായിട്ട് ഈ വണ്ടി നന്നായിട്ട് നമുക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യും. അതൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ട് തോന്നുന്നു. അതായത് പെട്രോൾ വണ്ടിയിലാണ് സാറിന് അത് കിട്ടുമെങ്കിലും ഇത് അതിനേക്കാട്ടി കൂടുതലായിട്ട് ഇത് വരുന്നുണ്ട്. എൻ്റെ ഡ്രൈവിങ്ങിന്റെ ഒരു ഇത് വെച്ചിട്ട് പറയാം. ഇപ്പം ഈ വണ്ടി പൊതുവെ നമ്മൾ EV-കളുടെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത് റീസെയിൽ വാല്യൂ കുറവായിരിക്കുന്നതാണ്. ഒരു മാനേജ്മെന്റ് വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് അത് ഒരു വലിയ സെറ്റ് ബാക്ക് ആണ്. സെറ്റ് ബാക്ക് തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് കിട്ടിയ ഒറ്റ ഓടിച്ച് മലാക്കുക എന്നുള്ളത്. ഇപ്പം ഇതിപ്പോൾ 12,500 കിലോമീറ്റർ ഓടിയപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അൽക്കാസർ വണ്ടി ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മോർ ദാൻ 80,000 റുപ്പീസ് എനിക്ക് സേവിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ ടൈംസ് ഓഫ് പെട്രോൾ ആയിക്കോട്ടെ, മെയിൻ്റെനൻസ് ആയിക്കോട്ടെ, ഇതിപ്പം നമ്മൾ 3 മാസം കൊണ്ട് അപ്പോൾ അത് ഓടിക്കുക. പിന്നെ തീർച്ചയായിട്ടും വേറൊരു പൊസിഷനിങ്, പിന്നെ നമ്മൾ EV ഉപയോഗിക്കുന്ന എന്നുള്ളൊരു കംഫർട്ട്, ഇങ്ങനെ പല ചില കാര്യങ്ങളിൽ അത് ചില ആട്രിബ്യൂട്ട്സുകൾ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റീസെയിൽ വാല്യൂ പിന്നെ അങ്ങനെ വല്ലാണ്ട് ബോധഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ രണ്ട് രീതിയിൽ ക്രോസ് മാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വാലിഡേറ്റ് ചെയ്ത് പോയിക്കോളും. അതുപോലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിൽ എങ്ങനെയാണ് ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്? അത്യാവശ്യം എല്ലാ സ്ഥലത്തോടും ഡോട്ടഡ് ലൈൻസിനുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 20 കിലോമീറ്ററിനകത്തെങ്കിലും നമ്മുടെ ഹൈവേയിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അത്യാവശ്യം സ്ഥലങ്ങളുണ്ട്. നല്ല ഇഷ്ടംപോലെ പ്രൊവൈഡേഴ്സിനും വന്നല്ലോ. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനകത്തും നമ്മൾ ഈ പൈസ ലോഡ് ചെയ്ത് വെക്കണം. അതൊരു ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഒരു 10,000-15,000 രൂപ നമ്മളൊരു മന്ത്ലി ഇതിന് വേണ്ടിയിട്ട് ലോഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതൊരു ചെറിയ അതിനെപ്പറ്റി ആരും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു എന്താ പറയുക, ഐ ഓപ്പണറാണ് അത്. ചെറിയൊരു പൈസ നമ്മളവിടെ പാർക്ക് ചെയ്യേണ്ടി വരും. പലപ്പോഴും ഡ്രൈവർ ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അന്നേരം പിന്നെ നമ്മൾ വേറെ മീറ്റിംഗിലൊക്കെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലോഡ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചാണെന്നുള്ളതൊക്കെ ചോദിക്കണം. നമ്മുടെ വീട്ടിൽ സോളാർ ഇല്ലെങ്കിലും EV ലാഭകരമാണോ ഇപ്പോഴത്തെ? സോളാർ ഇല്ലെങ്കിൽ ലാഭകരമാണ്. കാര്യം കമ്പയർഡ് ടു പെട്രോൾ വെഹിക്കിൾ. വേറെ ഐ വാസ് യൂസിങ് അൽക്കാസർ വെഹിക്കിൾ ലൈക്ക് ഐ നേരിൽ മെൻഷൻ. അവിടെ ഒരു 12-14 കിലോമീറ്റർ ആണ് കിട്ടുന്നത്. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ. മാത്രമല്ല നമ്മൾ കുറച്ചും കൂടെ മീറ്റിംഗ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുമ്പോഴത്തേക്ക് കണക്ട് ചെയ്ത് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനും, ഞാൻ അക്രോസ് കേരള ഡ്രൈവിംഗ് ട്രാവലിലുള്ളതാണ്.
അപ്പോൾ പുറത്ത് പോകുമ്പോൾ അല്ലാതെ പോകും. അപ്പം ഈവൻ കോയമ്പത്തൂർ പോലും ഡ്രൈവ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്ത് വരാനും കുറച്ചുകൂടെ കംഫർട്ടാക്കി നമ്മൾക്കൊരു ഓഫീസ് എന്താ പറയുക വീട് എന്നൊക്കെ പറഞ്ഞൊരു അല്ലെങ്കിൽ റൂം എന്നുള്ള കോൺസെപ്റ്റ് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഡ്രൈവർ മാത്രമേ കാണത്തുള്ളൂ, വല്ലപ്പോൾ മാത്രമേ ഉള്ളൂ ഒരു കൂടുതലുള്ള സ്റ്റാഫ് കയറത്തുള്ളൂ. ഈ അൽക്കസാർ വിറ്റപ്പോൾ നല്ല പൈസ കിട്ടിയോ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അത് എനിക്ക് അറിയാവുന്ന, എൻ്റെ വണ്ടി അറിയാവുന്ന, വെൽ മെയിൻറ്റൈൻ, അത് വീക്കിന് തലേദിവസം നമ്മളത് പോളിഷ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുത്തത്. നമ്മുടെ ഒരു ക്ലയൻറ്റ് തന്നെയാണ് അത് വേണമെന്ന് പറഞ്ഞിട്ട് അവർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ 2 വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് കൊടുക്കാൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പ്രൈസ് എനിക്ക് കിട്ടി. അത് ആ വണ്ടിക്കൊരു പ്രീമിയം കിട്ടിയിട്ടുണ്ട്. കാര്യം അൽക്കാസർ അറിയാവുന്നവർക്ക് അൽക്കാസർ ഒരു നല്ല വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ 2 വണ്ടികളും പെട്രോളും ഇത് ഉപയോഗിച്ചാണെന്നുള്ള നിലയ്ക്ക് ചോദിക്കട്ടെ, എന്താണ് ഫ്യൂച്ചർ ഓഫ് കാർസ്? EV-കളാണോ? EV ആയിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം മറ്റേ ഈ ഹൈഡ്രജൻ ബൈക്കുകളെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം പക്ഷേ ടെക്നോളജിക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു 5 വർഷം കൊണ്ടൊക്കെ ഇത് ഓടിച്ച് മുതലാക്കി ആ ടെക്നോളജിയിലേക്ക് മൂവ് ചെയ്യാം. ഞാനൊന്നും ഏർലി സ്റ്റേജിൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. കുറച്ചുകൂടെ നോക്കിയിട്ട് അതിൻ്റെ എന്താ കാര്യം അറിയില്ലല്ലോ. കാര്യം നമുക്ക് അങ്ങനെ ബ്ലണ്ടായിട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. കാര്യം നമ്മളെപ്പോഴും ബ്ലണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക നമ്മുടെ ക്ലയൻസിന് നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു അവർ ഓൺട്രപ്രണേഴ്സ് ആർ റെഡി ഫോർ ഇൻവെസ്റ്റിംഗ് എനിത്തിങ്. ബട്ട് നമ്മൾ അവിടെ എല്ലാം കറക്റ്റായിട്ട് പറയും, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യണം. നമ്മളെപ്പോഴും മെൻറ്ററിങ്ങും ബോർഡ് അഡ്വൈസിങ് ആണ്. അപ്പോൾ നമ്മളും ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ഏർലി അഡ്വാൻറ്റേജ് എടുക്കാറില്ല. അത് നല്ലതായാലും ചീത്തയാലും എടുക്കാറില്ല. അത് ഒരു അടുത്ത ഫേസ്, കുറച്ച് ആൾക്കാരുണ്ടല്ലോ അത് ചെക്ക് ചെയ്യാനുള്ള സ്കിമ്മേഴ്സ് ഉണ്ട്, അവർ ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മളത് ഫോളോ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. അപ്പോൾ ലാസ്റ്റ് ചോദ്യം, എത്ര ഇത് വാങ്ങിച്ചത്? ഇത് 32 lakhs. 32 lakhsന് ഒരാൾ ചോദിക്കുകയാണ് ഞാൻ ഇത് എടുത്തോട്ടെന്ന് ചോദിച്ചാൽ എസ് ഓർ നോ വേണോ? എടുക്കാം കംഫർട്ടബിൾ എടുക്കാം. കാര്യം ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ 1500 കിലോമീറ്ററിന് മേളിൽ എൻ്റെ ഒരു ബേസിക് കാൽക്കുലേഷൻ 1500നും 2000നും ഇടയ്ക്ക് ഒരു ആവറേജ് കിലോമീറ്റർ മന്ത്ലി കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് 100% കണ്ണു അടച്ചുകൊണ്ട് ഒരു EV വെഹിക്കിൾ, ഇതിൻ്റെ കംഫർട്ട് വേറെയാണ്, EV വെഹിക്കിൾ എടുക്കാം. അത് ഏത് ബ്രാൻഡ് എന്നുള്ളത് ദർ ചോയ്സ്. കാര്യം സർവീസ് പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, പൊസിഷനിങ്, ഇതെല്ലാം ഫാക്ടർ. ദിസ് ഈസ് ഹൈലി റെക്കമെൻഡ് വെഹിക്കിൾ. പിന്നെ ഒരു പരായ്മ എനിക്കെന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് ക്രിട്ടിക്കൽ ഫാക്ടറാണ്. അത് പലപ്പോഴും ബ്ലൈൻഡ് സ്പോട്ട്സ് ഒരു പില്ലർ നല്ല രീതിയാണ്. പലപ്പോഴും അത് നമ്മളെപ്പോലെ ഒരു, പക്ഷെ അതിന് അവർ പറയുന്നത് അതുപോലെ ക്യാമറാസ് എല്ലാം തന്നിട്ടുണ്ട് എന്നാലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളൊരു കൺവെൻഷണൽ നമ്മളിപ്പോഴും നോക്കി ആൾക്കാരാണല്ലോ, നമ്മളൊരു ആവറേജ് ജെൻസി അല്ലാത്തതുകൊണ്ട്. അതേ ഉള്ളൂ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു ഫീഡ്ബാക്ക് ആണ് തന്നത്. അപ്പം എവിടെയെങ്കിലും ഒക്കെ മാനേജർ ക്ലാസ്സിൽ കണ്ടുകൂടാം. കാണാം. താങ്ക് യു. എന്തായാലും റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ്. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മുടെ ഭാവി സാമ്പത്തികമായി സേഫാക്കി വയ്ക്കാൻ ആക്സിസ് മാക്സ് ലൈഫിൻ്റെ ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന NFA കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ലോങ് ടൈമിലേക്ക് നല്ലൊരു ഫണ്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു കിടിലൻ ഓപ്ഷനാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുക. ആവശ്യമുള്ള കൂട്ടുകാർക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് കഴിയാൻ എനിക്ക് കുറച്ച് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫെയർ ആയിട്ട് കാണാം. ബൈ.